ജെഇക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റഡി ചാലഞ്ച് നിങ്ങൾക്ക് വേണ്ടി മിസ് എടുത്ത് വന്നിട്ടുണ്ട്. 3 months സ്റ്റഡി ചാലഞ്ച്. ഈ ഒരു ചാലഞ്ചിന് നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, യെസ് മിസ് റെഡിയാണ്. അപ്പം നിങ്ങളുടെ മുമ്പിൽ ഇനി ഒരു വർഷം, അതായത് ഈ ഒരു +2 ആണുള്ളത്. ഒരു വർഷമില്ല, നിങ്ങൾക്കറിയാം ജനുവരി ആൻഡ് ഏപ്രിലാണ് നമ്മുടെ ജെഇ എക്സാം വരുന്നത്. അപ്പം അതിനു മുമ്പ് നമ്മുടെ പോർഷൻസ് ജെഇ ലെവലിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ +1 റിവിഷനും കൂടെ നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഓൾറെഡി +1 ജെഇ ലെവൽ പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഉറപ്പാണ്. എങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു ജേർണി കുറച്ചും കൂടെ ഈസി ആവുള്ളൂ. കാരണം +2ൻ്റെ കൂടെ വീണ്ടും നിങ്ങൾ +1 ജെഇ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. ആൻഡ് ഇപ്പോൾ +2 പഠിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 months നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ജെഇ ലെവൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റാണ് ഞാൻ പറയുന്നത്. ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ജെഇ ലെവൽ ഓഫ് ക്ലാസ്സും വർക്ക്ഷീറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അതിനനുസരിച്ചാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോകേണ്ടത്. ഇനി സെൽഫ് സ്റ്റഡി ചെയ്യുന്ന മക്കളാണെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്വന്തം എഫേർട്ട് ഇട്ടിട്ട് പഠിക്കണം, റെഫറൻസ് ബുക്കുകളൊക്കെ വാങ്ങിയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഈ ഒരു 3 months നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫിസിക്സ് നോക്കുവാണെങ്കിൽ 4 ചാപ്റ്റേഴ്സ് ആണ് മിസ് തന്നിട്ടുള്ളത്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറണ്ട്, ഇലക്ട്രിസിറ്റി, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഈ 4 ചാപ്റ്റേഴ്സിൻ്റെ ബോർഡ്സ് അതുപോലെ തന്നെ ജെഇ ലെവലും വർക്ക്ഷീറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം കേട്ടോ. എല്ലാം കൂടിയിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കെമിസ്ട്രിയിലേക്ക് വരുവാണെങ്കിൽ സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന 4 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ 3 months കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ആൻഡ് മാത്സ് നോക്കുവാണെങ്കിൽ ഞാൻ ഒരു ചാപ്റ്റർ എക്സ്ട്രാ തന്നിട്ടുണ്ട്. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, മെട്രിസസ്, ഡിറ്റർമിനൻസ് ആൻഡ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ ജെഇ ലെവൽ കംപ്ലീറ്റ് ചെയ്യണം. അപ്പം സെൽഫ് സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ലെക്ചേഴ്സ് കാണുക, ക്വസ്റ്റ്യൻസ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഇനി ബാച്ചിലാണെന്നുണ്ടെങ്കിൽ ബാച്ചിൻ്റെ ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കാണുക, അതിൻ്റെ വർക്ക്ഷീറ്റും കാര്യങ്ങളും ചെയ്യാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികൾ ചോദിക്കുന്നതാണ്, മിസ് ഞാൻ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിലൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഒരു ജെഇ എന്ന് പറയുന്നത് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. അപ്പോൾ ആ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രയും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, അത്രയും മാക്സിമം എന്ത് ചെയ്യുക, അവേഴ്സ് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ഒരു മിനിമം നിങ്ങളൊരു 80 to 100 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ ചെയ്യുക കേട്ടോ. അതായത് ഓരോ ചാപ്റ്ററിൽ നിന്നും ഒരു 80 തൊട്ട് 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒരേ ടോപ്പിക് അല്ല, ആ ചാപ്റ്ററിലുള്ള എല്ലാ ടോപ്പിക്സിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചേ പറ്റുള്ളൂ. ഒരേ ടൈപ്പ് ചോദ്യം നിങ്ങൾ 500 എണ്ണം ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. ബട്ട് ഈ 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, വെറൈറ്റി ആയിരിക്കണം, ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഓരോ ദിവസവും +1 ഓരോ ചാപ്റ്ററിൽ നിന്നും ഒരു 15 ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ ഒരു ദിവസം ചെയ്തിരിക്കണം. ഒരു 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിവൈസ് ചെയ്ത് പോയേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഒരുമിച്ച് നടക്കണം. ഓക്കെ, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഈ ഒരു 3 months ജേർണിയിൽ മിസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കും ഈ ഒരു ജേർണീനെ പറ്റിയിട്ട്, അതായത് ഈ ഒരു ചാലഞ്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾ ട്രൈ ചെയ്യുക. ഉറപ്പായിട്ടും പറ്റും, മടി പിടിക്കാതിരിക്കുക. നമ്മൾ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ പോട്ടേന്ന് വെക്കണം എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ട്രൈ ചെയ്യുക, കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചാലഞ്ച് എൻ്റെ കുട്ടികൾ ആക്സെപ്റ്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വീര ബാച്ച് ഉണ്ട്. വീര ബാച്ചിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ചാപ്റ്ററൊക്കെ ഇപ്പോൾ തീരാനായിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ ജോയിൻ ചെയ്യാം. ആൻഡ് ഈ ഒരു 3 months സ്റ്റഡി ചാലഞ്ചിന് റെഡി ആണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം.